വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന പേപ്പറിൻ്റെ തേർഡ് മൊഡ്യൂളിലെ മോഡേൺ ക്രിറ്റിസിസം എന്ന പാർട്ടാണ്. ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയിട്രി ആൻഡ് പൊയറ്റിക് ഡിക്ഷൻ. ഫസ്റ്റ് നമുക്ക് വേർഡ്സ്വർത്തിനെ കുറിച്ച് നോക്കാം. നാച്ചുർ പോയിറ്റായിട്ട് അറിയപ്പെടുന്ന വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലീഷിൽ റൊമാൻറ്റിക് റിവൈവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൊമാൻറ്റിക് റിവൈവൽ വരുന്നത് വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടി പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബല്ലാഡ് എന്ന ബുക്കിലൂടെയാണ്. വേർഡ്സ്വർത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കായി കണക്കാക്കുന്നത് 1805 പബ്ലിഷ് ചെയ്ത ദ പ്രെലൂഡാണ്. ലിറിക്കൽ ബല്ലാഡിലൂടെ മുന്നോട്ട് വെച്ച റൂൾസുകൾക്കനുസരിച്ച് വേർഡ്സ്വർത്ത് ഒരുപാട് പോയിട്രി എഴുതിയിട്ടുണ്ട്. വേർഡ്സ്വർത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാന ഐഡിയ എന്ന് പറയുന്നത് പോയിട്രി എപ്പോഴും ഓർഡിനറി ലാംഗ്വേജിൽ സാധാരണ ഭാഷയിൽ എഴുതണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഹംബിൾ റസ്റ്റിക് ലൈഫാണ്. ദാറ്റ് മീൻസ് ഗ്രാമീണ ജീവിതങ്ങളാണ്. 1800 ദ പ്രിഫേസ് ടു ദ സെക്കൻഡ് എഡിഷൻ ഓഫ് ലിറിക്കൽ ബല്ലാഡിലൂടെയാണ് വേർഡ്സ്വർത്ത് തൻ്റെ ഫിലോസഫി ഓഫ് പോയിട്രി മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ഫസ്റ്റ് വോള്യൂം ഒരു പരീക്ഷണമായിരുന്നു എന്ന്. റിയൽ ലാംഗ്വേജിൽ ദാറ്റ് മീൻസ് യാഥാർത്ഥ്യ ഭാഷയിലാണ് അദ്ദേഹം പോയം എഴുതിയത്. റീഡേഴ്സ് അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് കൺഫ്യൂഷനായിരുന്നു. അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിയറീസ് ഇഷ്ടപ്പെടുന്നവർ അത് സന്തോഷത്തോടെ വായിക്കുമെന്നും ഈ തിയറീസ് ഇഷ്ടപ്പെടാത്തവർ അത് അനിഷ്ടത്തോടെയാകും വായിക്കുക എന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു. ബട്ട് ഫസ്റ്റ് എഡിഷനിലെ പോയംസ് ആളുകൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ അദ്ദേഹം തൻ്റെ സന്തോഷം ഈ പ്രിഫേസിലൂടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. നെക്സ്റ്റ്, എന്തിനാണ് ഈ പ്രിഫേസ് എഴുതുന്നത് എന്നതിനെക്കുറിച്ചാണ് വേർഡ്സ്വർത്ത് വിവരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ പോയം എഴുതുന്നത് കൊണ്ട് ദാറ്റ് മീൻസ് അതുവരെയുള്ള പോയത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് റസ്റ്റിക് ലൈഫിനെ കുറിച്ചാണ് അല്ലെങ്കിൽ റിയൽ ലാംഗ്വേജിലാണ് വേർഡ്സ്വർത്ത് എഴുതുന്നത്. സോ ഈ പോയം വിജയിക്കണമെങ്കിൽ റീഡേഴ്സ് നല്ല രീതിയിൽ സ്വീകരിക്കണമെങ്കിലൊക്കെ വേർഡ്സ്വർത്ത് തൻ്റെ തിയറീസ് അതിൻ്റെ പ്രിഫേസ് ആയിട്ട് നൽകണമെന്ന് പലരും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ബട്ട് വേർഡ്സ്വർത്ത് അതിനോട് യോജിച്ചിരുന്നില്ല. അത് തൻ്റെ തിയറി സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നത് പോലെയാകും എന്നാണ് വേർഡ്സ്വർത്ത് ചിന്തിച്ചിരുന്നത്. ബട്ട് ഈ പ്രിഫേസിൽ വേർഡ്സ്വർത്ത് പറയുന്നുണ്ട് ഒരു പോയം എഴുതുമ്പോൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ പോയിറ്റ് വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കണമെന്ന്. കാരണം ജനങ്ങളുടെ ടേസ്റ്റ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ജനറേഷൻ്റെ വ്യൂസ് കഴിഞ്ഞ ജനറേഷനിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. ഷേക്സ്പിയർ, ബിമോണ്ട് ആൻഡ് ഫ്ലെച്ചർ, ഡോണ്, ഡ്രൈഡൻ, പോപ്പ് തുടങ്ങിയ ഗ്രേറ്റ് എഴുത്തുകാരൊക്കെ ഇംഗ്ലീഷിലുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് പോയം എഴുതാനുള്ള തീരുമാനത്തെക്കുറിച്ചാണ് ഈ പ്രിഫേസിൽ വേർഡ്സ്വർത്ത് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അതുവരെ ഇംഗ്ലീഷിലുണ്ടായിരുന്ന മെത്തേഡിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് വേർഡ്സ്വർത്ത് തൻ്റെ പോയംസ് എഴുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം യൂസ് ചെയ്യുന്ന കോമൺ ലാംഗ്വേജസ് ആണ്. അദ്ദേഹത്തിൻ്റെ തീംസ് എന്ന് പറയുന്ന റസ്റ്റിക് വില്ലേജ് ലൈഫാണ്. അതായത് കോമൺ പീപ്പിളിൻ്റെ ഡെയിലി ലൈഫിനെ കുറിച്ചാണ്. അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് കോമൺ ലാംഗ്വേജിലാണ് വേർഡ്സ്വർത്ത് എഴുതുന്നത്. സോ ഈ പ്രിഫേസിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് തൻ്റെ തിയറീസിനെ കുറിച്ചാണ് വേർഡ്സ്വർത്ത് നമ്മളോട് സംസാരിക്കുന്നത്. വേർഡ്സ്വർത്ത് ഫസ്റ്റ് പറയുന്നത് തൻ്റെ പോയംസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് സാധാരണ ലാംഗ്വേജിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ഇമാജിനേഷനും അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വില്ലേജ് റസ്റ്റിക് ലൈഫാണ് തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ആ പോയംസിലൂടെ ഇമോഷൻസ് ഉണർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. വില്ലേജ് പീപ്പിൾ സിറ്റിയിലെ ജനങ്ങളെപ്പോലെ പൊങ്ങച്ചക്കാരല്ല എന്നും വേർഡ്സ്വർത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജിൽ, വില്ലേജിലെ ജനങ്ങളുടെ ലാംഗ്വേജിൽ അനാവശ്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും ഉണ്ടാകില്ല. സോ ഇത്തരം ലാംഗ്വേജസ് ഫിലോസഫിക്കലും കൂടിയാകും, നീണ്ടു നിൽക്കുന്നതുമാകും. ബട്ട് അന്നത്തെ ഇംഗ്ലീഷിലെ മിക്ക പോയിറ്റുകളും ചിന്തിച്ചിരുന്നത് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഓർഡിനറി ലാംഗ്വേജിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ അംഗീകാരം കിട്ടുമെന്നാണ്. ഇതിനെയാണ് വേർഡ്സ്വർത്ത് ഇവിടെ തള്ളിപ്പറയുന്നത്. നെക്സ്റ്റ് വേർഡ്സ്വർത്ത് പറയുന്നത് ആൾ ഗുഡ് പോയിട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് എന്നാണ്. ദാറ്റ് മീൻസ് എല്ലാ നല്ല കവിതകളും ശക്തമായ വികാരങ്ങളുടെ പെട്ടെന്നുള്ള കവിഞ്ഞൊഴുകലാണ് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. മൂല്യങ്ങളുള്ള പോയംസ് ഗ്രേറ്റർ സെൻസിബിലിറ്റിയുള്ള, ദാറ്റ് മീൻസ് ആഴത്തിലുള്ള ചിന്തകളുള്ളവർ പ്രൊഡ്യൂസ് ചെയ്തതാണ്.
അതായത് മൂല്യങ്ങളുള്ള കവിതകൾ നല്ല പോയിറ്റ്സിന് മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പോയിംസ് വായിക്കുന്നതിലൂടെ റീഡേഴ്സിനൊരു എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ റീഡേഴ്സിൻ്റെ ചിന്തകൾ ശക്തിപ്പെടും, അവരുടെ തോട്ട്സ് പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുമെന്നൊക്കെ വേർഡ്സ്വർത്ത് പറയുന്നു. നെക്സ്റ്റ് വേർഡ്സ്വർത്ത് പറയുന്നത് തൻ്റെ സ്റ്റൈലാണ് പറയുന്നത്, പോയിട്രി എഴുതുന്ന സ്റ്റൈലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ കവിതകളുടെ സബ്ജക്റ്റിനേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ ഫോം ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം റീഡേഴ്സിനോട് പറയുന്നത്. തൻ്റെ കവിതയിൽ അബ്സ്ട്രാക്റ്റ് ഐഡിയാസിൻ്റെ പേഴ്സോണിഫിക്കേഷൻസൊക്കെ അദ്ദേഹം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പൊയറ്റിക് ഡിക്ഷൻ തൻ്റെ കവിതയിൽ കാണാൻ സാധിക്കില്ല എന്നും വേർഡ്സ്വർത്ത് പറയുന്നു. കോമൺ പീപ്പിളിൻ്റെ ഓർഡിനറി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. സാധാരണ ബുദ്ധിക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ തൻ്റെ കവിതയിൽ ലാർജ് പോർഷൻ ഓഫ് ഫ്രൈസോ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചോ ഒന്നും കാണാൻ സാധിക്കില്ല എന്നും വേർഡ്സ്വർത്ത് പറയുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് കോമൺ പീപ്പിളാണ്, അവരുടെ സബ്ജക്റ്റാണ്. സോ ഒരു ഡീപ്പ് തിങ്കിങ്ങിൻ്റെ ആവശ്യമൊന്നും അദ്ദേഹത്തിൻ്റെ പോയിംസിലില്ല. വളരെ സിമ്പിളായിട്ട് കോമൺ ലാംഗ്വേജിലാണ് അദ്ദേഹം കവിതകൾ എഴുതുന്നത് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. നെക്സ്റ്റ് വേർഡ്സ്വർത്ത് പറയുന്നത് പൊയംസും പ്രോസും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റിയെയും കുറിച്ചാണ്. പൊയറ്റിക് ലാംഗ്വേജും പ്രോസും തമ്മിൽ സാമ്യത കണ്ടാൽ പല ക്രിട്ടിക്സും അതിനെ വിമർശിക്കാറുണ്ട്. ബട്ട് വേർഡ്സ്വർത്ത് പറയുന്നത് പൊയട്രിയുടെ മീറ്റർ ഒഴിവാക്കിയാൽ അത് വെൽ റിട്ടേൺ, നന്നായി എഴുതിയ പ്രോസ് പോലെ തന്നെയാണ് എന്നാണ്. തോമസ് ഗ്രേയുടെ പോയംസ് പരിശോധിച്ചാൽ പൊയറ്റിക് ലാംഗ്വേജും പ്രോസും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സാധാരണയുള്ള സംസാരത്തിലും ആളുകൾ ചിലപ്പോൾ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇത്തരം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടതെന്നും വേർഡ്സ്വർത്ത് പറയുന്നു. നെക്സ്റ്റ് വേർഡ്സ്വർത്ത് പറയുന്നത് തൻ്റെ പോയിട്രി ആളുകൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവർ തൻ്റെ സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നാണ്. ഒരു പോയിറ്റിന് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഉണർത്താൻ സാധിക്കും. സോ തൻ്റെ ഭാഷാ പരിജ്ഞാനം കൊണ്ട് പോയിറ്റിന് മറ്റുള്ളവരുടെ ഇമോഷൻസ് പെട്ടെന്ന് ഉണർത്താൻ സാധിക്കും. പോയിട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സന്തോഷം നൽകലാണ്. മറ്റു സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി പോയിട്രിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നും വേർഡ്സ്വർത്ത് പറയുന്നു. വേർഡ്സ്വർത്ത് പിന്നീട് പറയുന്നത് പോയിട്രിക്കാണ് ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് പ്രോസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അതിലൊരു മീറ്റർ ഉണ്ട്. പോയിട്രി എന്ന് പറയുന്നത് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. തൻ്റെ പോയിട്രി ഒരു പുതിയ പരീക്ഷണമാണെന്നും അതിൽ ഓർഡിനറി വില്ലേജ് റസ്റ്റിക് ലൈഫാണ് വിവരിക്കുന്നതെന്നും വേർഡ്സ്വർത്ത് പറയുന്നു. അതിൻ്റെ ലാംഗ്വേജ് ഓർഡിനറി ലാംഗ്വേജ് ആണ്, നേച്ചറുമായിട്ട് ഇണങ്ങിച്ചേർന്നതാണ് ആ പോയിട്രിയുടെ തീംസ് എന്നും വേർഡ്സ്വർത്ത് പറയുന്നു. ഈ പ്രിഫേസിൽ അവസാനമായി വേർഡ്സ്വർത്ത് പറയുന്നത് തൻ്റെ ഐഡിയാസ് തൻ്റെ പോയിട്രിയിൽ ഉൾപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് റീഡേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രിഫേസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ അദ്ദേഹം പ്രിഫേസിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഐഡിയാസ് ഉൾപ്പെടുത്തുന്നതിൽ വേർഡ്സ്വർത്ത് വിജയിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് റീഡേഴ്സാണ് എന്നാണ് അദ്ദേഹം ലാസ്റ്റ് പറയുന്നത്. ഇത്രയുമാണ് തേർഡ് മോഡ്യൂളിലെ പോയിട്രി ആൻഡ് പൊയറ്റിക് ഡിക്ഷൻ എന്ന വേർഡ്സ്വർത്തിൻ്റെ ആർട്ടിക്കിളിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.